നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ കണക്കുകൾ കനക്കുകയാണ് മുന്നണി നേതാക്കൾക്കിടയിൽ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പെരുംകോട്ട എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ UDF-നുള്ളത് 9 സീറ്റുകളാണ്. LDF-ന് 5-ഉം. BJP-ക്ക് പുറമെ 2020 എന്ന പ്രാദേശിക പാർട്ടിയുടെ സാന്നിധ്യം ശക്തമായുള്ള ജില്ല കൂടിയാണ് എറണാകുളം. ആ എറണാകുളത്തെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ UDF ആസൂത്രണങ്ങൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ LDF ശക്തമായ വിജയം നേടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊച്ചി മണ്ഡലം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പ്രാദേശിക CPM നേതാവായ KJ മാക്സി വിജയിച്ച മണ്ഡലമാണ് കൊച്ചി. 2016 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1086 വോട്ടായിരുന്നുവെങ്കിൽ 2021 ഇടതു കൊടുങ്കാറ്റിൽ ആ ഭൂരിപക്ഷം 14,000 വോട്ടായി വർദ്ധിച്ചു. ഒരു വട്ടം ഡൊമിനിക് പ്രസന്റേഷൻ എന്ന മുൻ മന്ത്രിയും ഒടുവിൽ കൊച്ചി മേയറായിരുന്ന ടോണി ചമ്മിണിയുമാണ് പരാജയപ്പെട്ടത്. 2 വട്ടം MLA-മാരായവർ ഒഴിയണം എന്ന CPM പാർട്ടി തീരുമാനം നടപ്പിലാക്കിയാൽ അടുത്ത വട്ടം മത്സരിക്കാൻ മാക്സി ഉണ്ടാവില്ല. മാക്സിക്കപ്പുറം പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവ് കൊച്ചിയിലില്ല എന്ന് ഉറപ്പിച്ചു പറയാം. അങ്ങനെയെങ്കിൽ ഈ മണ്ഡലം പിടിക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം തന്നെയാണ്. മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള മേഖല തന്നെയാണ് കൊച്ചി. കൊച്ചിൻ കോർപ്പറേഷനിലെ 20 വാർഡുകളും ചെല്ലാനം കുമ്പളങ്ങി പഞ്ചായത്തുകളും ചേരുന്ന മണ്ഡലമാണ് കൊച്ചി. പഴയ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ PK ഇബ്രാഹിം കുഞ്ഞ് 1-ൽ കൂടുതൽ തവണ ജയിച്ച പാരമ്പര്യം ഈ മണ്ഡലത്തിന്റെ പഴയ മേഖലയ്ക്കുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഈ മണ്ഡലം ലീഗിന് നൽകി കളമശ്ശേരി കോൺഗ്രസ് മത്സരിക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചി തിരിച്ചുപിടിക്കാൻ മധ്യ കേരളത്തിന്റെ മനസ്സറിഞ്ഞ് ലീഗിന് മത്സരിപ്പിക്കാൻ കഴിയുന്ന പ്രബലനായ സ്ഥാനാർത്ഥിയാണ് KM ഷാജി. ലീഗിന്റെ ക്രൗഡ് പുള്ളർ എന്നതിനപ്പുറം കോൺഗ്രസ് പ്രവർത്തകരുമായി വലിയ ആത്മബന്ധമുള്ള നേതാവാണ് KM ഷാജി. രാഹുൽ ഗാന്ധിയെ കുറിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇതിഹാസ തുല്യമായ ചരിത്ര വഴികളെ കുറിച്ചുമെല്ലാം KM ഷാജി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ ആത്മാഭിമാനത്തോടുകൂടി ഏറ്റെടുത്തിട്ടുണ്ട്. പല വേദികളിലും KM ഷാജിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണോ എന്ന തോന്നൽ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷികളായിട്ടുള്ള ഷുഹൈബിനെ കുറിച്ചും ശരത് ലാലിനെ കുറിച്ചും കൃപേഷിനെ കുറിച്ചുമെല്ലാം KM ഷാജി നടത്തുന്ന ആവേശജ്വലമായ പ്രസംഗങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോമുഖരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. KM ഷാജിയെ സംബന്ധിച്ച് അഴീക്കോട് ഒരു സുരക്ഷിത മണ്ഡലമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഒരു കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ KM ഷാജിയെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് കൊച്ചിയിൽ ശക്തി പകരുന്നത്. കളമശ്ശേരിയിൽ എന്തുകൊണ്ടും ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് പറ്റിയ മണ്ഡലമാണെന്ന് ഇതിനകം തന്നെ പൊതുജനാഭിപ്രായം രൂപം കൊണ്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് നേടിക്കൊണ്ടാണ് ശ്രീ ഹൈബി ഈഡൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2,60,000-ൽ കൂടുതലായിരുന്നു. അതിൽ കൊച്ചി മണ്ഡലത്തിലെ കണക്കിലേക്ക് നമുക്കൊന്നു വരാം. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയേക്കാൾ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഹൈബിക്ക് ഉണ്ടായിരുന്നത്. തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P രാജീവിനേക്കാൾ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഹൈബി നേടിയ സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം 40,000-ആയി വർദ്ധിച്ചത്. BJP-യെ സംബന്ധിച്ച് അൽഫോൺസ് കണ്ണന്താനം 10 വർഷം മുൻപ് നേടിയ വോട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 16,000-ൽ നിന്ന് 15,000-ആയി അത് കുറഞ്ഞു എന്നു മാത്രം. പക്ഷേ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPM-ന്റെ ഭാഗത്ത് നിലയുറപ്പിച്ച വോട്ടുകൾ വളരെ ശക്തമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാളയത്തിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്.
ആ ഒഴുകി വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ ആകെ ഏകീകരിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ. സ്വാഭാവികമായും കെ എം ഷാജിയെ പോലെ സെക്യുലറിസത്തിന് അല്ലെങ്കിൽ മതേതര കാഴ്ചപ്പാടുകൾക്ക് അതിശക്തമായ പിന്തുണ നൽകുകയും മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ പോലും ത്രസിപ്പിക്കാൻ കഴിയുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടത്തുക വഴി അദ്ദേഹം കേരളത്തിലെ പൊതുജന മനസാക്ഷിക്ക് മുമ്പിൽ വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ മധ്യ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിരിക്കും. ഇനി അതല്ല, കോൺഗ്രസ് തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ മത്സരിച്ച ശ്രീ ടോണി ചമ്മണി തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്ന ഐതിഹാസികമായ പോരാട്ടം ഈ ജില്ലയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി മുൻനിരയിൽ തലയുയർത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നത് കൊച്ചിയാണ്. അതുകൊണ്ട് കെ എം ഷാജി ഒരുപക്ഷെ കൊച്ചി രാജാവായി മാറുക തന്നെ ചെയ്യും.